നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ ഇംഗ്ലീഷ് ഫുട്ബോൾ സീസൺ ഇന്ന് ആരംഭിക്കുകയാണ്. സീസൺ ഓപ്പണർ കമ്മ്യൂണിറ്റി ഷീൽഡ് പോരാട്ടം ആഴ്സണലും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ രാത്രി 7:30 കാർഡിഫിലാണ് നടക്കുന്നത്. കാർഡിഫിലെ പ്രിൻസിപ്പാലിറ്റി സ്റ്റേഡിയത്തിൽ മികച്ചൊരു പോരാട്ടം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. വെംബ്ലിയിലാണ് സാധാരണ നടക്കാറുള്ള ഇത്തവണ കാർഡിഫിലാണ്. രണ്ട് ടീമിലും മാറ്റങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ സിറ്റി ആണെങ്കിൽ വലിയ മാറ്റമാണ്. കാരണം പുതിയൊരു ഇറയാണ്. പെപ് ഗാർഡിയോള പോയി. പെപ് ഗാർഡിയോളയ്ക്ക് ശേഷം എൻസോ മരസ്കയുടെ കീഴിൽ സിറ്റിയുടെ ആദ്യ ടെസ്റ്റാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പം ഓൾറെഡി എൻസോ മരസ്ക പറഞ്ഞു കഴിഞ്ഞു, ഒരു ഫ്രണ്ട്ലി എന്നതിനപ്പുറത്തേക്ക് തന്നെ ഇതിന് പ്രാധാന്യമുണ്ട്. കമ്മ്യൂണിറ്റി ഷീൽഡിന് അങ്ങനെയാണല്ലോ കാണുക. അപ്പോൾ അത് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അപ്പം മികച്ച രൂപത്തിലുള്ളൊരു പെർഫോമൻസ് നടത്താൻ തൻ്റെ ടീം റെഡിയായി കഴിഞ്ഞു, സജ്ജമായി കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. സിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മളത് ഓൾറെഡി വിശദീകരിച്ചാണ്. സിറ്റിയുടെ സ്ക്വാഡ് നമ്മൾ അനലൈസ് ചെയ്തതാണ്. എങ്കിലും ഈ കളിക്ക് മുന്നോടിയായിട്ട് നമ്മളൊന്ന് ഓർമ്മിപ്പിക്കണമല്ലോ. പലർക്കും കണക്ഷൻ വിട്ടുപോയിട്ടൊക്കെ ഉണ്ടാവാം. പുതിയൊരു സീസൺ ആരംഭിക്കുക, അതായത് ബെർണാഡോ സിൽവ, അതുപോലെ ജോൺ സ്റ്റോൺസ്, ഇവരൊക്കെ പോയി. ഒരാൾ റയൽ മാഡ്രിഡിലെത്തി, മറ്റേയാൾ ഇന്റർ മിലാനിലേക്ക് എത്തി. അതേസമയം മാനുവൽ അക്കാൻജി പോയി. ജെയിംസ് ട്രഫോർഡ് ലീഡ്സിലേക്ക് പോയി, ലീഡ്സ് യുണൈറ്റഡിലേക്ക് പോയി. നദാനേക്കെ ഇപ്പം ഫെണർബാഷയിലെത്തിക്കഴിഞ്ഞു. ടിയാനി റൈൻഡേഴ്സ് ഇതാ അൽ ഖാദിസയിലേക്ക് പോകാൻ നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവിടെ കാര്യങ്ങൾ. കൂടാതെ റോഡ്രി പോയേക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അദ്ദേഹം FC ബാഴ്സലോണയിലേക്ക് പോകാൻ സജ്ജനായി നിൽക്കുന്നു. ഇന്നത്തെ മത്സരത്തിന് എന്തായാലും ഇല്ല. അദ്ദേഹത്തിന് സർജറിയൊക്കെ കഴിഞ്ഞ് വിശ്രമത്തിലാണുള്ളത്. അപ്പോൾ ഇമാതിരി ചേഞ്ചസ് അവരുടെ ടീമിലുണ്ട്. പുതുതായിട്ട് ടീമിലേക്ക് വന്നത് ആരാന്ന് വെച്ചാൽ എടുത്തു പറയാൻ എലിയറ്റ് ആൻഡേഴ്സണാണ്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൽ നിന്ന് 116 മില്യൺ സ്റ്റെർലിംഗ് പൗണ്ടിന് അവരെത്തിച്ച എലിയറ്റ് ആൻഡേഴ്സണെ മാത്രമാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. ജെറോണിമോ റുള്ളി എത്തിയിട്ടുണ്ട്, അർജന്റീൻ ഗോൾ കീപ്പർ. പക്ഷേ അദ്ദേഹം തീർച്ചയായിട്ടും ബാക്കപ്പ് ഗോൾ കീപ്പറാണ്. പിന്നെ ജെർമി മോങ്ക, അതുപോലെ മാറ്റിയസ് ടിട്രോബറ്റ്, പിന്നെ പിയേഴ്സ് ചാൾസ്, ഇവർ ഭാവിയിലേക്ക് എന്ന രൂപത്തിലാണ് നമ്മൾ കാണേണ്ടതുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ നല്ല മാറ്റം സ്ക്വാഡിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം തന്നെ ഇപ്പോൾ പല താരങ്ങളും നമുക്കറിയാലോ, ഈ വേൾഡ് കപ്പൊക്കെ കഴിഞ്ഞ് തിരികെ എത്തുന്നതേ ഉള്ളൂ. പ്രീ സീസണിൽ അധികം മത്സരങ്ങൾ കളിക്കാത്ത താരങ്ങളും മറ്റുള്ളവരൊക്കെയാണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം. ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ വില്യം സാലിബ, ജൂറിയൻ ടിംബർ, ഈ താരങ്ങളെ തീർച്ചയായിട്ടും ആഴ്സണൽ മിസ് ചെയ്യും ഈ ഒരു മത്സരത്തിൽ. ഇനിയിപ്പം അദ്ദേഹത്തിൻ്റെ റീഹാബിലിറ്റേഷൻ കഴിഞ്ഞ് സാലിബ എന്ന് മടങ്ങിയെത്തും എന്നുള്ളത് കണ്ടറിയണം. ജൂറിയൻ്റെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹം മടങ്ങി വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അധികം വൈകാതെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ അവരെ മിസ് ചെയ്യും. ഡെക്ലാൻ റൈസ്, ബുക്കായോ സാക്ക, മാർട്ടിൻ സുബ്മെൻഡി, ഇവർ പ്രീ സീസണിൽ അങ്ങനെ കളിച്ചിട്ടില്ല. അപ്പം എന്തായിരിക്കും ഇന്നത്തെ മത്സരത്തിന് എങ്ങനെ ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. എന്തായാലും കുറച്ച് സം ഇൻവോൾവ്മെൻറ്റ് അവരുടെ ഭാഗത്ത് ഉണ്ടാവുമെന്നാണ് മൈക്കിൾ ആർട്ടിറ്റോ പറഞ്ഞത്. സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലെങ്കിലും ഈ താരങ്ങളെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും എന്ന്. അതേസമയം സിറ്റിയുടെ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽസിലേക്ക് എത്തിയ താരങ്ങൾ അവർ അങ്ങനെ പ്രീ സീസൺ ആക്ച്വലി നമ്മൾ കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ഏർലിംഗ് ഹാലൻഡ്, മാർഗുയി, നിക്കോ ഡീലി, റയാൻ ചെർക്കി, ജെർമി ഡോക്കു, ആൻഡേഴ്സൺ, ഇവർ പ്രിൻസിപ്പാലിറ്റി സ്റ്റേഡിയത്തിൽ എങ്ങനെയായിരിക്കും കളിക്കാൻ ഇറങ്ങുക? അവർ ഇറങ്ങുമോ? എത്ര മിനിറ്റ് കളിപ്പിക്കും? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും അവിടെ ഉയർന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിലൊരു മാറ്റത്തിൻ്റെ ഘട്ടത്തിലാണ് നിൽക്കുന്നത് ടീമുകൾ. പൂർണ്ണമായും ഈ ഒരു സീസണിനായിട്ട് സജ്ജമായി എന്ന് പറയാനും പറ്റില്ല. അടുത്ത ആഴ്ച പ്രീമിയർ ലീഗ് ആരംഭിക്കുമ്പോഴേക്കും ടീമുകൾ പൂർണ്ണമായ രൂപത്തിൽ ഒരുങ്ങിക്കഴിയും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ആർട്ടിറ്റ ഈ കളിക്ക് മുന്നോടിയായിട്ട് പറഞ്ഞത്, ഐ ലവ് ദി വേ പ്ലെയേഴ്സ് ഹാവ് കം ബാക്ക്. പലരും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നേരത്തെ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. അവർ ഫിറ്റായിട്ടുള്ള താരങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് കണ്ടീഷനിലാണ് ഞങ്ങളുടെ മിക്ക പ്ലെയേഴ്സും ഉള്ളത്. ദി മൊമെൻറ്റ് ദേ സ്റ്റാർട്ട് ടു ലുക്ക് ഈച്ച് അതർ ആൻഡ് ലുക്ക് അറ്റ് ദി സ്ക്വാഡ് ദാറ്റ് വി ഹാവ് ആൻഡ് വാട്ട് വി ആർ ബിൽഡിങ്, ദർ ഇസ് എ ലോട്ട് ഓഫ് എക്സൈറ്റ്മെൻറ്റ് അറൗണ്ട് ഇറ്റ് എന്നുകൂടി അദ്ദേഹം അതിനോട് ചേർത്ത് പറയുന്നുണ്ട്. ഞങ്ങളുടെ ബെസ്റ്റ് വേർഷൻ
കളിക്കളത്തിലുണ്ടാകും എന്ന് അദ്ദേഹം പ്രോമിസൊക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും ഇന്നത് സംഭവിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. എൻസോ മാരസ്ക ആണെങ്കിൽ അദ്ദേഹം പറഞ്ഞത്, എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി ഈ ഒരു ട്രോഫി നേടണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വെൻ ട്രോഫീസ് ആൻഡ് ഫൈനൽസ് ആർ ദെയർ, നമ്മളെല്ലായ്പ്പോഴും ആ മത്സരം വിജയിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കും. സോ നോ ഫ്രണ്ട്ലി ഗെയിം അറ്റ് ഓൾ. ഇതിനെ ഞാനൊരു ഫ്രണ്ട്ലി ഗെയിം എന്ന രൂപത്തിൽ കാണുന്നേയില്ല. ഇറ്റ്സ് എ ട്രോഫി ദാറ്റ് വി ആർ ഗോയിങ് ടു ട്രൈ അവർ ബെസ്റ്റ് ടു വിൻ എന്നാണ് കോച്ച് പറയുന്നത്. അത് അദ്ദേഹത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പുതിയൊരു എറ ആരംഭിക്കുന്നു, അത് കിരീടത്തോടു കൂടി തുടങ്ങാൻ എന്തായാലും അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ലൊരു പോരാട്ടം നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് കരുതുന്നു. സിറ്റിയുടെ ഒരു എക്സ്പെക്റ്റഡ് 11 എന്ന് പറഞ്ഞാൽ ഡൊണാരുമ ഉണ്ടാവും, പിന്നെ ന്യൂനസ്, കുഷാനോവ്, ഡയസ്, ഗാർഡിയോൾ എന്നിവർ ഡിഫൻസിൽ പ്രതീക്ഷിച്ചാൽ ലൂയിസ്, പിന്നെ കൊവാസിച്ച്, ഫോഡൻ, സെമന്യോ, എയ്റ്റ്നൗറി, മർമോഷ് തുടങ്ങിയവരൊക്കെയാണ് നമ്മളവരുടെ ടീമിൽ ബാക്കി പ്രതീക്ഷിക്കുന്നത്. ഏതായാലും സിറ്റിയെ സംബന്ധിച്ചിടത്തോളം എർലിംഗ് ഹാലൻഡും മറ്റുമൊക്കെ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യത കുറവാണ്. ഇനി കുറഞ്ഞ നിമിഷങ്ങളൊക്കെ ഒരു പക്ഷേ ഇറക്കിയാലായി എന്നുള്ളതാണ്. അതേസമയം ആഴ്സണലിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ റയ ഗോൾ കീപ്പറായിട്ട്, ഡിഫൻസിൽ ഗബ്രിയലും മസ്കേഡയും, പിന്നെ കലാഫിയോയും വൈറ്റും, മധ്യനിരയിൽ ബ്രൂണോ ഗുയിമാറസ് ഇപ്പോൾ ടീമിലേക്ക് എത്തിയിട്ട് അദ്ദേഹം ഓൾറെഡി പ്രീ സീസൺ മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം ലൂയിസ് കെല്ലി, ഒഡേഗാർഡ്, പിന്നെ മുന്നേറ്റത്തിൽ ഡൗമൻ കളിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. അതോടൊപ്പം തന്നെ സോലിസും പിന്നെ ഹാവർട്സും ഇറങ്ങാനുള്ളൊരു സാധ്യതയും കാണുന്നു. എന്തായാലും പല രൂപത്തിലുള്ള ചേഞ്ചുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഫസ്റ്റ് മാച്ചാണ്, പ്രീമിയർ ലീഗിലെ കളിക്ക് തൊട്ട് മുന്നോടിയായിട്ടുള്ള മാച്ചാണ്. സോ ഏത് രൂപത്തിൽ കോച്ചുമാർ തങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗപ്പെടുത്തും എന്നുള്ളത് കണ്ടറിയണം. ഏതായാലും നല്ലൊരു തുടക്കം പുതിയ സീസണിൽ ലഭിക്കട്ടെ, നല്ലൊരു പോരാട്ടം കാണാൻ കഴിയട്ടെ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് 20.